ഇപ്പോൾ ഇന്ത്യയ്ക്ക് ഒപ്പം തന്നെ ഗൾഫ് രാജ്യങ്ങളിലും ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. അപ്പോൾ അതിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം. നേരെ പോകുന്നത് ദുബൈയിലേക്കാണ്. ഷിനോജ് ഷംസുദ്ദീൻ കൂടി വിവരങ്ങൾ നൽകും. ഷിനോജ്, ഈദ് മുബാറക്. ഇപ്പോൾ ഗൾഫിലൊരു സവിശേഷമായ സാഹചര്യം കൂടിയുണ്ട്. പള്ളികളിലാണ് ഇത്തവണ പെരുന്നാൾ നമസ്കാരം ഉണ്ടാവുക, ഈദ്ഗാഹുകൾ ഉണ്ടാവില്ല എന്ന് പ്രത്യേകം അറിയിച്ചതാണ്. അപ്പോൾ എങ്ങനെ പോകുന്നു? സുരക്ഷ മുൻനിർത്തിയുള്ളൊരു കരുതൽ നടപടി കൂടിയാണ്. അതിനപ്പുറത്തേക്ക് വിശ്വാസികളൊക്കെ ഒത്തുചേരുന്ന ഒരു പ്രധാനപ്പെട്ട ചടങ്ങ് കൂടിയാണ്. എങ്ങനെ പുരോഗമിക്കുന്നു ഈദ് നമസ്കാരം? ജിൻസി, 6 ഗൾഫ് രാജ്യങ്ങളിലും ഇന്ന് തന്നെയാണ് പെരുന്നാൾ. നോമ്പ് ആരംഭിക്കാൻ ഒമാൻ ഒരു ദിവസം വൈകിയെങ്കിലും പെരുന്നാളിൽ എല്ലാ ഗൾഫ് രാജ്യങ്ങൾക്കൊപ്പം പെരുന്നാൾ ആഘോഷിക്കുകയാണ്. കേരളവും അതേപോലെ തന്നെ ഒന്നിച്ച് ഗൾഫിനൊപ്പം പെരുന്നാൾ ആഘോഷിക്കുന്നു. പിന്നെ ജിൻസി സൂചിപ്പിച്ച പോലെ ഒരു സംഘർഷത്തിനിടയിലാണ് ഇത്തവണ പെരുന്നാൾ എത്തുന്നത്. അതിൻ്റെ ആശങ്കകളും മുൻകരുതലുകളും സുരക്ഷയുമൊക്കെ ഉണ്ട്. കാരണം സാധാരണ ഈദ്ഗാഹുകളിലാണ് എല്ലാവരും ഒത്തുചേരുക, വലിയ മൈതാനങ്ങളിൽ തുറസായ സ്ഥലങ്ങളിലാണ് ഒത്തുചേരുക. ഇപ്പോൾ പള്ളികളിലേക്ക് അത് ചുരുക്കിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് ഷാർജയിലെ മസ്ജിദുൽ അസീസിലാണ്. അവിടെ മലയാളത്തിൽ ഖുതുബ നടക്കുന്ന ഒരു പള്ളിയാണ്. ഇപ്പോൾ ഇവിടേക്ക് വിശ്വാസികൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 40 മിനിറ്റ് കൂടി നമ്മൾ നമസ്കാരത്തിനായിട്ട് കാത്തു നിൽക്കേണ്ടതുണ്ട്. ഹുസൈൻ സലഫി എന്ന പ്രമുഖ പണ്ഡിതനാണ് ഇവിടെ മലയാളത്തിൽ ഖുതുബ നിർവഹിക്കുക. വിശ്വാസികൾ എത്തിക്കൊണ്ടിരിക്കുന്നു. നേരത്തെ സുബഹി നമസ്കാരം പൂർത്തിയായതിനു ശേഷം പലരും പുറത്തേക്ക് പോയിട്ടില്ല. കാരണം ഈ നിയന്ത്രണങ്ങൾ ഉള്ളതുകൊണ്ട് അവർ അതേ സ്ഥലത്ത് തുടരുകയാണ്. കാരണം പള്ളിക്ക് അകത്ത് മാത്രമേ നമസ്കരിക്കാൻ സൗകര്യം ഉണ്ടാകൂ എന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. പുറത്ത് ഷെഡുകളിലോ മറ്റോ തുറസായ സ്ഥലങ്ങളിലോ നിൽക്കാൻ അനുമതിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ വാതിലിനകത്ത് മാത്രമാണ് നമസ്കാരത്തിന് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുള്ളത്. 30 ദിവസം നീണ്ട വ്രതാനുഷ്ഠാനം പൂർത്തിയാക്കി വിശ്വാസികൾ ഇന്ന് പുത്തൻ ഉടുപ്പുകളും സുഗന്ധമൊക്കെ പൂശി ഈ പള്ളികളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വിവിധ ഭാഷക്കാരുണ്ട്. പക്ഷേ ഇവിടെ മലയാളത്തിലാണ് ഖുതുബ എന്നുണ്ടെങ്കിലും പല ഭാഷക്കാർ ഇവിടെ ഒത്തുചേരും. പ്രത്യേകിച്ച് ഉറുദു സംസാരിക്കുന്നവർ, ഹിന്ദി സംസാരിക്കുന്നവർ, അങ്ങനെ വിവിധ ഭാഷക്കാർ ഈ മലയാളം ഖുതുബയാണെങ്കിലും ഇത് ശ്രവിക്കാനായിട്ട് ഇവിടെ എത്തിച്ചേരും. തൊട്ടടുത്തുള്ള പള്ളികളിൽ ഉറുദുവിലും മറ്റ് അറബിയിലും ഒക്കെ ഖുതുബയുണ്ടെങ്കിലും ഈ വളരെ തിരക്കുള്ള ഒരു താമസ മേഖലയാണിത്. അവിടേക്ക് ആളുകൾ കൂട്ടത്തോടെ എത്തുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഉള്ളത്. നമസ്കാരത്തിനായി അല്പസമയം കൂടി നമുക്ക് കാത്തു നിൽക്കേണ്ടി വരും. അല്പം കഴിയുമ്പോഴാണ് ഖത്തീബുമൊക്കെ മിമ്പറിലേക്ക് എത്തുക. അത് കഴിഞ്ഞ് നമസ്കാരം ആരംഭിക്കും. നമസ്കാരത്തിന് ശേഷം ഒരു ഖുതുബയുണ്ടാകും. ഇവിടെ ഖുതുബയ്ക്കും നമസ്കാരത്തിനും അങ്ങനെ ഒരു സമയപരിധി നിശ്ചയിച്ചിട്ടില്ല. പക്ഷേ ഖത്തറിലും മറ്റും നമസ്കാരവും ഖുതുബയും ഒക്കെ ഒരു 15 മിനിറ്റിൽ ചുരുക്കണമെന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ സുരക്ഷാ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ്. കാരണം നിരന്തരമായി മിസൈൽ ഡ്രോണാക്രമണങ്ങൾ നടക്കുന്നു. അതുകൊണ്ട് അധിക നേരം പള്ളികളുടെ പരിസരത്ത് കൂട്ടം കൂടി ആളുകൾ ഉണ്ടാകണ്ട എന്നുള്ളത് കൊണ്ട് വിശ്വാസികളുടെ സുരക്ഷ കൂടി കണക്കിലെടുത്താണ് അത്തരമൊരു തീരുമാനം. നമസ്കാരത്തിനും ഖുതുബയ്ക്കുമായി വിശ്വാസികൾ കാത്തു നിൽക്കുകയാണ് ഇപ്പോൾ ജിൻസി. ഷിനോജ് ഷംസുദ്ദീനാണ് ദുബൈയിൽ നിന്നുള്ള വിവരങ്ങൾ പങ്കുവച്ചത്.